ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ക്യാറ്റ് 6 നെറ്റ്വർക്ക് കേബിളാണ്. ഈ ഒരു കേബിളിലേക്ക് 11 കിലോയിൽ കൂടുതൽ വെയിറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു കേബിൾ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേബിൾ ഡാമേജ് ആവും. ഡാമേജ് ആവുമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു കേബിൾ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ബെൻഡ്, എൽബോ, ടീ, ജംഗ്ഷൻ ബോക്സ് ഇങ്ങനെയുള്ള സംഗതികളുടെ ഉള്ളിൽ കൂടെയൊക്കെ ഇതുപോലെയുള്ള കേബിളുകളൊക്കെ കടത്തി നമ്മൾ വലിക്കുന്ന സമയത്ത് ഈ കേബിൾ എത്രമാത്രം മടങ്ങാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതുപോലെയുള്ള ബെൻഡുകളും എൽബോയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള ടീ ഉപയോഗിക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ കേബിൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബെൻഡിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിനൊരു കേബിൾ കടത്തി വലിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഒരു എൽബോയുടെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഒരു ടീയുടെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കേബിൾ കടത്തി വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സാഹചര്യത്തിനനുസരിച്ച്, നമ്മൾ എവിടെയാണോ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് അവിടുത്തെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എൽബോയും ബെൻഡും ടീയും കപ്പിളിങ്ങും എല്ലാം യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് ഒരു കേബിൾ ഇങ്ങനെ വളയ്ക്കാൻ കഴിയുന്നത്, ആ കാര്യം ഞാൻ ബെൽഡൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു രണ്ട് കേബിളുകൾ ബെൽഡൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻഹാൻസ്ഡ് മോഡൽ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒരു പ്രീമിയം പ്രോഡക്റ്റും. അതിൻ്റെ ഡാറ്റാ ഷീറ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. എത്രത്തോളം ഒരു കേബിൾ പുള്ള് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ എത്രത്തോളം ഒരു കേബിൾ ബെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ആ ഒരു ഡാറ്റാ ഷീറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനാണ്. ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ബെൽഡൻ കമ്പനിയുടെ എൻഹാൻസ്ഡ് കേബിളാണ്. അതേപോലെ തന്നെ മറ്റൊരു കേബിളും കൂടെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, പ്രീമിയം ക്യാറ്റ് 6 നെറ്റ്വർക്ക് കേബിൾ. ഒരു പ്രോഡക്റ്റ് പ്രീമിയം ആകാതെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും കൂടും. അത് ഈ ഒരു ഡാറ്റാ ഷീറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനിവിടെ ആദ്യം നമുക്ക് എൻഹാൻസ്ഡ് കേബിളിൻ്റെ കാര്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എൻഹാൻസ്ഡ് കേബിളിൽ ഇവിടെ ബെൻഡ് റേഡിയസ് എന്നുള്ളൊരു ടൈറ്റിലിൻ്റെ അടിയിൽ ഇവർ സ്റ്റേഷനറി മിനിമമും ഇൻസ്റ്റലേഷൻ മിനിമം എന്ന് എഴുതിയിട്ട് രണ്ട് വാല്യൂസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റേഷനറി മിനിമം എന്താണെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് എന്നാണ് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ മിനിമം എന്ന് എഴുതിയേക്കുന്നത് 2.25 ഇഞ്ച്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഈ ഒരു കേബിള് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് 2.25 ഇഞ്ച് വരെയാണ് മാക്സിമം ബെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം നമ്മൾ വെറുതെ ഈ ഒരു കേബിൾ എവിടെയെങ്കിലും എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, വെറുതെ ഐഡിൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് കറണ്ടോ കാര്യങ്ങളൊന്നും പാസ് ചെയ്യാത്തപ്പോൾ 1 ഇഞ്ച് വരെ ഈ ഒരു കേബിൾ ബെൻഡ് ചെയ്യാം. ഈ സെയിം കാര്യം നമുക്ക് പ്രീമിയം കേബിളിലും നോക്കാം. അപ്പോൾ കേബിളിൻ്റെ ഫുൾ ടെൻഷനാണ് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഞാൻ അതിനെപ്പറ്റി ആദ്യം പറഞ്ഞുതരാം. മാക്സിമം ഫുൾ ടെൻഷൻ ഇവിടെ 18 കിലോഗ്രാം ആയി അല്ലേ. നമ്മൾ ആദ്യം കണ്ട എത്രയാണ്? 11 കിലോഗ്രാം. ഇവിടെ കേബിൾ കുറച്ചും കൂടെ പ്രീമിയം ആയപ്പോഴത്തേക്കും 18 കിലോ വെയിറ്റ് കൊടുത്താൽ വരെ കേബിളിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്റ്റേഷനറി മിനിമം 0.5 ഇഞ്ചായി മാറി. അതായത് കേബിൾ നമുക്ക് 1 ഇഞ്ചിൽ താഴെ 1/2 ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം? ബെൻഡ് ചെയ്ത് വെക്കാം. കറണ്ട് പാസ് ചെയ്യാത്തപ്പോൾ. കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ 2.5 ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം? ബെൻഡ് റേഡിയസ് കൊണ്ടുവരാം. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഒരു കേബിളിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മാക്സിമം ഫുൾ ടെൻഷനും അതുപോലെ തന്നെ മിനിമം ബെൻഡ് റേഡിയസും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കേബിളിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അവരിവിടെ എഴുതി വെച്ചേക്കണമെന്ന് നോക്കിയേ. കണ്ടോ, അതായത് ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ഷീൽഡിൻ്റെ ഉള്ളിൽ, ഇതേപോലെയുള്ളൊരു മഞ്ഞ ഷീൽഡിൻ്റെ ഉള്ളിൽ കുറച്ച് കമ്പികൾ കടത്തിയിട്ടതല്ല. ഈ സെയിം കാര്യം തന്നെയാണ് ഒരു നെറ്റ്വർക്ക് റാക്കിനെ പറ്റി ഞാൻ കുറേ നാൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. പല ആൾക്കാരും നെറ്റ്വർക്ക് റാക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ക്യാമറയൊക്കെ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യും. അവിടെ നമ്മൾ ലാഭിക്കുന്നത് ഒരു 1500 രൂപ. വലിയ കാര്യമായിപ്പോയി. ഒരു 1500 രൂപ ലാഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 70,000 80,000 ഒക്കെ രൂപയ്ക്ക് ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്ന സിസ്റ്റം ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. അതിൻ്റെ ലൈഫ് കിട്ടാതെ വരും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് റാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ക്യാമറയും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും കേബിളിനെ പറ്റി ചിന്തിക്കാറ് പോലുമില്ല. കേബിളിലൊക്കെ പല ആൾക്കാരും കേബിളിങ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തോ വലിയ പരാക്രമം കാണിച്ചിട്ടാണ് ഈ കേബിള്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കേബിള് മറ്റേ സൈഡിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കേബിള് ജീവനോടെ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ജീവനോടെ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ കേബിള് നല്ല ഔട്ട്പുട്ടുള്ളൊരു വീഡിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ അല്ലേ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു മാക്സിമം ഫുൾ ടെൻഷനും അതുപോലെ തന്നെ മിനിമം ബെൻഡ് റേഡിയസും. അപ്പോൾ മിനിമം ബെൻഡ് റേഡിയസ് ഇതേപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് കേബിളിൻ്റെ ഐഡിൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത്, സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന സമയത്ത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് വരെ നമുക്കിങ്ങനെ വളയ്ക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഇതിനൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ബോഡി ഉള്ളത്. ഇപ്പോൾ നമ്മൾ പറയല്ലേ ISO ISI എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ. അതേപോലെ തന്നെ കേബിളിന് മാത്രമല്ല, ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്ന ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ്, നോൺ പ്രോഫിറ്റബിൾ ഏജൻസീസ് ഉണ്ട്.
അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളിലെ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. കേബിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഒരു സ്റ്റാൻഡേർഡാണ് UL സ്റ്റാൻഡേർഡ്. അണ്ടർ റൈറ്റേഴ്സ് ലാബറട്ടറി എന്നാണ് UL സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ETL ഉണ്ട്, ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് ലാബറട്ടറി. ഈ രണ്ട് സ്റ്റാൻഡേർഡുകളും യൂറോപ്പിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. യൂറോപ്പ്, നോർത്ത് അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ്. മറ്റൊരു സ്റ്റാൻഡേർഡാണ് IEC സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ എന്നാണ് IECയുടെ ഫുൾ ഫോം. ഇത് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡാണ്. ലോകത്തുള്ള പല രാജ്യങ്ങളും ഈ ഒരു സ്റ്റാൻഡേർഡുള്ള കേബിളുകളും ഇലക്ട്രോണിക് കമ്പോണൻസുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറാകാറുണ്ട്. ഇനി മറ്റൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ROHS സ്റ്റാൻഡേർഡ്. ലെഡ്, ടിന്ന്, മെർക്കുറി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതുപോലുള്ള കേബിളുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടില്ല എന്ന് പഠനം നടത്തി പ്രൂവ് ചെയ്തിട്ട് ഉള്ളൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേബിളുകളൊക്കെ മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ അത് മണ്ണിനോ മനുഷ്യനോ പ്രകൃതിക്കോ ഒന്നും യാതൊരു ദോഷവും ഇല്ല. അങ്ങനെയുള്ള കേബിളുകളൊക്കെ കുറെ കൂടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അത് ROHS സർട്ടിഫിക്കേഷനാണ് അതിന് ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കേബിൾ എന്ന് പറയുന്നത് വെറും ചുമ്മാ ഒരു കമ്പി മാത്രമല്ല. ഇതുപോലുള്ള കേബിളുകൾ വളരെയധികം ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നല്ല കേബിളാണെന്ന് നമുക്ക് പറയാം. മിക്കവാറും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ഇതുപോലുള്ള കേബിളുകളിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന കേബിളുകൾ ഒന്ന് നമ്മുടെ ഡീലിങ്ങിൻ്റെ കേബിളാണ്, മറ്റൊന്ന് ഫിനോലെക്സ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ മെയ്ഡ് കേബിളാണ് ഫിനോലെക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കൻ ബ്രാൻഡ് കേബിളുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോംസ്കോപ്പ്, അതുപോലെ തന്നെ ബെൽഡൻ, മോളക്സ് ഇങ്ങനെയുള്ള കേബിളുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫിനോലെക്സിൻ്റെ കേബിളിനേക്കാളും ഒരു 5 രൂപ 6 രൂപയൊക്കെ കൂടുതലായിരിക്കും നമ്മുടെ ബെൽഡൻ എന്ന് പറഞ്ഞ കമ്പനി കേബിളിനൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള കേബിളുകളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഏതെങ്കിലും കേബിളുകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറയ്ക്ക്, ഇപ്പോൾ നിങ്ങൾ 4K ക്യാമറയും ഇനി അതിന് മുകളിലോട്ടുള്ള 12 മെഗാ പിക്സൽ ക്യാമറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കേബിൾ, ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റി കേബിളുകൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൺലൈനൊക്കെ കാണുന്ന പരസ്യമൊക്കെ കണ്ടിട്ട് വളരെ വിലക്കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എടുത്ത് ചാടി നമ്മുടെ കയ്യിലുള്ള കാശ് കളഞ്ഞ് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് വാങ്ങിച്ച് പോകുന്നതിന് പകരം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന്, ഇപ്പം നെക്സ സിസ്റ്റം എന്നുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കേബിളുകളോ സാധനങ്ങളോ പ്രോഡക്റ്റുകളൊക്കെ ക്യാമറയുടെ പ്രോഡക്റ്റുകളൊക്കെ എത്തിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് IP ക്യാമറകളെ പറ്റി അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൂടെ തന്നെ ഞാൻ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ, അതായത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ജോയിൻ ബട്ടൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഒരുപാട് കോൺഫിഗറേഷൻ വീഡിയോസ് അവിടെ കാണാൻ കഴിയും.